ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ നേതാക്കളെ, പ്രിയപ്പെട്ട ജാഥ അംഗങ്ങളെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് അവരർഹിക്കുന്ന സകലവിധ അഭിവാദ്യങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ സമർപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയധാരകളെക്കുറിച്ചും ആദർശ വിശുദ്ധിയെക്കുറിച്ചും വ്യക്തമായി അവബോധമുള്ളവരാണ് നാം. 90 ആണ്ടുകാലമായി കേരള ഭൂമികയിൽ ആദർശ വിശുദ്ധിയുടെ പ്രതീകമായി നിലകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നേരിന്റെ നേർവഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിത വിശുദ്ധി കൊണ്ട് വിപ്ലവം തീർത്ത മഹാരഥന്മാരായ ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം. നമുക്ക് മുമ്പിൽ കടന്നുപോയ ഇന്നലകളിലെ നമ്മുടെ നായകർ, അവർ വരച്ചു കാണിച്ചു തന്ന ആദർശ സംഹിത എക്കാലഘട്ടത്തിലും പ്രോജ്വലിക്കുന്നതായിരുന്നു എന്ന് 90 ആണ്ട് പിന്നിടുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് സമസ്ത അതിന്റെ ആദർശ ശ്രേണിയിൽ പ്രയാണം തുടരുന്നത്. പലരും ചോദിച്ചു, ഈ പ്രമേയം മുന്നോട്ട് വെച്ചപ്പോൾ സമസ്തയുടെ ആദർശം 90 വർഷത്തിൽ ഒതുങ്ങുന്നതാണോ എന്ന്. അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് മുതൽക്കുള്ള സമസ്തയുടെ പ്രാസ്ഥാനികമായി കൊണ്ടുള്ള എണ്ണം മാത്രമേ സമസ്ത എടുത്തിട്ടുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനം ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിലകൊണ്ടിരുന്ന ആദർശങ്ങളെ തന്നെയാണ് മുന്നോട്ട് പിടിക്കുന്നത്. പൈതൃകത്തിന്റെ 14 നൂറ്റാണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശമെന്തോ ആ ആദർശം തന്നെയാണ് ഇന്നും സമസ്ത ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട പ്രവാചകർ കാണിച്ചു തന്ന ആശയങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്ന അങ്ങളിൽ നിന്ന് പിന്തുടർന്നു വന്ന താബികൾ കാണിച്ചു തന്ന ആദർശധാരകളിൽ നിന്നു പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ വാക്താക്കൾ മാറി ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ വഴിമാറിയപ്പോൾ സ്വാഭാവികമായും അവർക്കൊക്കെ ആദർശ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും വിശ്വാസരാഹിത്യങ്ങളിലേക്ക് അവരൊക്കെ കൂപ്പുകുത്തുകയും ചെയ്തത് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ആദർശരാഹിത്യത്തിന്റെയും ആദർശ പാപ്പരത്വത്തിന്റെയും ശ്രേണികളിലായി ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ സമസ്തേതര പ്രസ്ഥാനങ്ങളെ എണ്ണി എണ്ണി പറയുവാൻ നമുക്ക് സാധിക്കുന്ന വളരെ വ്യക്തമായ യാഥാർത്ഥ്യങ്ങൾ നിലനിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നത്. ആമുഖമായി സൂചിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് നേരായ മാർഗം തന്നെ കാണിച്ചു കൊടുത്തപ്പോ അതിനെ അക്കാലഘട്ടത്തിൽ ചോദ്യം ചെയ്തവരും അതിന്റെ യഥാർത്ഥമായ ആശയങ്ങളെ വെല്ലുവിളിച്ചതുമായ ആളുകളൊക്കെ ഈ പ്രസ്ഥാനം കാണിച്ചു തന്ന വ്യക്തമായ ആദർശങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വഴി മാറിയ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, സമസ്തേതര പ്രസ്ഥാനങ്ങളൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർ ലോകത്തിന് മുമ്പിൽ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമസ്തക്കാ ഗതി വരാത്തത്? എന്തുകൊണ്ടാണ് സമസ്തക്ക് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറയുന്നതും നാളെ പറയുന്നതുമൊക്കെ ഒന്നായിത്തീരുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന്മാരിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രഘോഷണം ചെയ്തതായ യഥാർത്ഥ പ്രബോധനം ആയതുകൊണ്ടാണ്.
കാലങ്ങളിലായിക്കൊണ്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതിന്റെ പിന്നാലെ സഞ്ചരിച്ച ആളുകളുടെ ചരിത്രം നമുക്കറിയാം. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ഇച്ഛാനിഷ്ടങ്ങൾക്ക് വേണ്ടിയും എല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയപ്പോ മുൻഗാമികളായ സമൂഹത്തിന് സംഭവിച്ചതായ അപജയങ്ങളും പരാജയങ്ങളും വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ള മാറ്റത്തിരുത്തലുകളിലേക്ക് കടന്നു പോകാതെ വ്യക്തമായി വരച്ചു കാണിച്ചു തന്ന, പ്രവാചകർ കാണിച്ചു തന്ന ആ ആശയ ശ്രേണിയിലൂടെ മാത്രം മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്തിയതായ സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു. അതേറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലരും ചോദിക്കാറുണ്ട്, സമസ്ത ചെയ്ത സേവനം എന്താണ് എന്ന്. ഈ 90 വർഷക്കാലമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്ത സേവനത്തെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ പഠനം നടത്തിയാൽ അതിന്റെ തൊട്ട് ഒരു 3-4 വർഷങ്ങൾക്കപ്പുറം മുതൽ നമ്മൾ അതിന്റെ ചരിത്രത്തിന്റെ ചില ചീന്തുകൾ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. അതുവരെ പ്രവാചകരുടെ കാലഘട്ടം മുതൽക്ക് നിലനിന്നിരുന്ന ആ വിശ്വാസത്തിന്റെ സംശുദ്ധി കാത്തുസൂക്ഷിക്കുന്നിടത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നിലനിന്നിരുന്നു എന്നുള്ളതായ വസ്തുത. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴോ പ്രവാചകർ കാണിച്ചു തന്ന, അല്ലെങ്കിൽ സ്വഹാബത്ത് കാണിച്ചു തന്ന, ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ നിന്നുകൊണ്ട് മതം പഠിച്ച ആളുകൾ പ്രചരിപ്പിച്ച ആ ആശയങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി മാറ്റുവാനുള്ള ചില നിഗൂഢമായ നീക്കങ്ങളുമായി സാമ്രാജ്യത്വത്തിന്റെ പണിയാളുകൾ പണിയെടുത്തുകൊണ്ട് കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കേണ്ടി വന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായും ശരി ലോകത്തിന്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയപ്പോ തെറ്റ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. KL13L 4516 കാറ് ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. KL13L 4516 വാഹനം മാറ്റിക്കൊടുക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ആശയത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ നിലകൊണ്ടപ്പോ സ്വാഭാവികമായും നേരത്തെ ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി കോട്ടപ്പാടം സൂചിപ്പിച്ച പോലെ കള്ളനാണയങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നു. സത്യം ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപാട് ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു. അതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സത്യം തുറന്നു പറഞ്ഞപ്പോ ഈ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും കടന്നു വന്ന പ്രബോധകന്മാർ നേരിടേണ്ടി വന്ന വെല്ലുവിളികളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും കള്ളന്മാർ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടാറില്ലല്ലോ. വ്യാജന്മാർ ഒരിക്കലും തന്നെ അവർക്ക് നേരെയുള്ള ആക്ഷേപങ്ങൾ സഹിക്കുകയില്ല. അത് തന്നെയാണ് സത്യത്തിൽ ഇവിടെയും ഉണ്ടായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്ത ആശയവും ആ ഒരു യഥാർത്ഥമായ ശ്രേണിയിൽ നിലനിന്നുകൊണ്ട് തന്നെയായിരുന്നു. പ്രവാചകർ കാണിച്ചു തന്ന വഴിത്താരയിലൂടെ സഞ്ചരിച്ചു പോയ ഒരു മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ ശ്രേണി എന്താണോ പ്രവാചകരുടെ കാലഘട്ടം മുതൽക്കുണ്ടായത്, എന്താണോ മാലിക് ഇബ്നു ദീനാർ പഠിപ്പിച്ചത്, എന്താണോ ഹബീബ് ഇബ്നു മാലിക്കും ഷറഫ് ഇബ്നു മാലിക്കും അതിന്റെ പിൽക്കാലഘട്ടക്കാരായ ആളുകളും പഠിപ്പിച്ചത്, അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് രൂപീകരണത്തിന് എത്തപ്പെടുന്ന ആ കാലഘട്ടത്തിന്റെ തൊട്ടപ്പുറം ബഹുമാനപ്പെട്ട മഖ്ദൂമിയം പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആ കഴിവഴി ഏറ്റെടുക്കുന്നത് വരെ ഇവിടെ നിലനിന്നിരുന്നതായ യഥാർത്ഥമായ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. അവിടെ പൈതൃകത്തിന്റെ യഥാർത്ഥമായ ആശയങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവിടെങ്ങളിലേക്ക് വിഷലിപ്തമായ ആശയ ശ്രേണികൾ കടത്തിവെക്കുവാനോ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങൾ ഈ പറയുന്നവർ തന്നെ തുറന്നു പറയുകയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദുലയും ആരാണ് ഇവരൊക്കെ? കേരളത്തിലേക്ക് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്നത്തെ ഈ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിഷ്കർത്താക്കളായ രൂപീകരണത്തിന് നായകത്വം വഹിച്ചതായ അവർ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാരായിരുന്നു എന്ന് ഇന്നവർ പച്ചയായിക്കൊണ്ട് സമ്മതിക്കുകയാണോ? ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചരിത്രത്തിലേക്കൊന്നിറങ്ങിപ്പോകാൻ. സഹാബത്തെ കിറാം വരച്ചു കാണിച്ചു തന്ന ആ ആശയ ശ്രേണിയിൽ നിന്നുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയൊക്കെ വ്യതിചലിപ്പിക്കാമോ അതിന്റെ ഒരു മാർഗമായി ാണ് ഇവിടേക്ക് അതിന്റെ താല്പര്യങ്ങൾ ഇവിടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോ ഈ പണ്ഡിത വ്യൂഹത്തിന് ഏറ്റവും കൂടുതൽ ചെയ്യുവാനുണ്ടായിരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ സംരക്ഷണം തന്നെയായിരുന്നു. അവരുടെ ആദർശത്തിന്റെ സംരക്ഷണ വലയം ഒരുക്കുക തന്നെയായിരുന്നു. സമസ്ത ചെയ്ത ഏറ്റവും വലിയ സേവനം അത് തന്നെയാണ്. വിശ്വാസത്തിന് കൈത്താങ്ങായിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്, വിശ്വാസവും അമലും സംരക്ഷിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട സമസ്ത
കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് വിശ്വാസം സംരക്ഷിക്കുന്നത് എന്ന്. വിശ്വാസമില്ലാതെ കർമ്മം കൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷപ്പെടുകയില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഒരു മനുഷ്യൻ അവൻ രക്ഷപ്പെടുകയില്ല. അവൻ എത്രമാത്രം സമൂഹം ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നാലും ശരി, അവൻ ഒരിക്കലും തന്നെ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ ഒരു വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വന്നാലല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയില്ല. ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഗാന്ധിജി എത്രമേൽ സമുന്നതനായ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ആളായിട്ടും കാര്യമില്ല, നമ്മുടെ കൽമുമ്പിൽ അള്ളാഹുവിന്റെ വിശ്വാസം ഉൾക്കൊണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ സമൂഹത്തിന്റെ ശ്രേണിയിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ധാർമ്മിക സദാചാര വാക്താക്കളായിക്കൊണ്ടുള്ള എത്രയോ അത്യുന്നതന്മാരായ മഹാരഥന്മാരായ ആളുകളുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ ശ്രേണി പടച്ച തമ്പുരാൻ പറഞ്ഞ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞതായ ഒരു തലത്തിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു വിശ്വാസികളായി എന്നുള്ള തലത്തിലേക്ക് വിശ്വസിക്കാൻ നമുക്ക് വകുപ്പില്ല. അള്ളാഹുവിന്റെ അടുക്കലാണ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ. നമുക്ക് നമ്മൾ പ്രത്യക്ഷം കൊണ്ട് വിധിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണോ? അതിന്റെ പുറം നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അശ്അരി ത്വരീഖത്തിൽ, വിശ്വാസ സരണിയിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന അശ്അരി മാർഗത്തിൽ മറ്റൊരു പഴുതില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അത് രക്ഷപ്പെട്ടാലല്ലാതെ, വിശ്വാസം അത് സംരക്ഷിക്കപ്പെട്ടാലല്ലാതെ, ആദർശം അത് യഥാർത്ഥത്തിൽ മുറുകെ പിടിച്ചാലല്ലാതെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല. വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസരാഹിത്യം സംഭവിച്ചതായ, ആദർശ വ്യതിയാനം സംഭവിച്ചതായ ആളുകൾ ഇന്ന് പുതിയ പുതിയ രൂപങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ അവർ വളർന്ന് പന്തലിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേരൂന്നുവാൻ വേണ്ടി ആദർശം മുറുകെ പിടിച്ചവരായിരിക്കാം, ആദർശത്തിന്റെ പ്രഘോഷണങ്ങൾ നടത്തിയവരായിരിക്കാം, ആദർശം നായികക്ക് 40 വട്ടം പറയുന്നവരായിരിക്കാം. പക്ഷേ അവര് പോലും പറയുന്നുണ്ട്, സമയത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം, നമ്മുടെ വിശ്വാസത്തിന്റെ രൂപങ്ങളൊക്കെ, രൂപഭാവങ്ങൾ മാറിയതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. എന്തേ ആദർശം പറയാൻ ആളില്ലാതെ പോയതാണോ? ആണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. പക്ഷേ ആദർശം തുറന്നു പറയുന്നതിൽ നിന്ന് Okay. അപ്പോ പറഞ്ഞു വന്നത്, പലർക്കും ഇന്ന് ആദർശം പറയാൻ മടിയാണ്. ആദർശ വിശുദ്ധിയുടെ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ വല്ലാത്ത മടിയാണ്. എന്തേ കാരണം? ആദർശരാഹിത്യം സംഭവിച്ചു എന്നത് തന്നെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അത്തരത്തിലുള്ള ഒരു മേഖലകളിലേക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വിഷയം സൂചിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കീശയിലുള്ള ആ ചെറിയ ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കാലഘട്ടത്തിലേക്കും പ്രവർത്തനം നാം നടത്തിയിട്ടുള്ളത്. ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കും, അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുക. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നയിക്കുന്ന ഈ ജാഥയെ ഇവിടെ ഇത്തരം പ്രൗഢഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഭാരമായ ഭീമമായ ചെലവുണ്ട്. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ നാടിന്റെ പ്രതാപം നിലനിൽക്കുന്നതായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് മനസ്സിലാക്കി അകമഴിഞ്ഞുകൊണ്ട് നമ്മൾ സഹകരിക്കുക. നമ്മൾ സമ്മേളനത്തിന് വേണ്ടി നാട്ടിൽ ചിലവഴിക്കുന്നവരാകാം, അതുപോലെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നവരാകാം. എന്തായിരുന്നാലും ശരി, ഈ പരിപാടിയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗമാണ്, ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സഹായിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആദർശരാഹിത്യം സംഭവിച്ചതാണ് സമസ്തേതര പ്രസ്ഥാനങ്ങൾക്കെങ്കിൽ ആദർശ വിശുദ്ധിയുടെ യഥാർത്ഥമായ രൂപത്തിലൂടെ സഞ്ചരിച്ചതായ പാരമ്പര്യമാണോ സമസ്തക്ക് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്? അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്തിഗാസയെയും തവസ്സുലിനെയും ഒക്കെ നിരാകരിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരാളും അർത്ഥം വെക്കാത്ത രൂപത്തിൽ പുതിയ അർത്ഥതലങ്ങൾ നിർവചിക്കുകയും അതിലൂടെ സമൂഹത്തെ മൊത്തത്തിൽ അങ്ങോട്ട് കാഫിറുകളാക്കി ചിത്രീകരിക്കുവാനും വേണ്ടി കടന്നു വന്നിരുന്ന ആളുകൾ ഇന്ന് പരസ്പരം കുഫ്രാരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ബഹുമാനപ്പെട്ട 14 നൂറ്റാണ്ട് കാലമായി ഈ മുസ്ലിം ഉമ്മത്ത് അനുവർത്തിച്ചു വന്ന ആശയധാരകളിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ചവരായി, ബഹുമാനപ്പെട്ട പ്രവാചകർ കാണിച്ചിട്ടില്ലാത്ത, സ്വഹാബത്ത് കാണിച്ചിട്ടില്ലാത്ത, താബിഈകൾ കാണിച്ചിട്ടില്ലാത്ത, അവരെ പിൻപറ്റിക്കൊണ്ട് കടന്നു വന്ന സലഫു സാലിഹുകൾ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയൊരു ആശയധാരകളിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതായ, അഥവാ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് റിലയുടെയും മുഹമ്മദ് അബ്ദയുടെയും വാക്താക്കളായിക്കൊണ്ട് അവരിൽ നിന്നുകൊണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ശ്രമിച്ചപ്പോ കേരളത്തിൽ ഉണ്ടായിത്തീർന്നതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിശ്വസിച്ചു പോകുന്ന എല്ലാ വിശ്വാസികൾക്ക് നേരെയും കുഫ്റാരോപണം നടത്തി, അവർക്ക് നേരെ ശിർക്കാരോപണം നടത്തി, അവരെയൊക്കെ മുശ്രിക്കുകളാക്കി മാറ്റിവെച്ചു. അഥവാ സ്വന്തം ഉപ്പയും സ്വന്തം ഉമ്മയും അതുപോലെ തന്നെ സ്വന്തം കൂട്ടുകാരനും അതുപോലെ തന്നെ സ്വന്തം ഉടപ്പിറപ്പുകളുമെല്ലാം അവരുടെ കണ്ണിൽ മുശ്രിക്കുകളായിരുന്നു. സ്വന്തം ഉപ്പക്ക് നേരെ ശിർക്കാരോപണം നടത്താൻ അവർക്കൊരു മടിയും ഉണ്ടായില്ല. സ്വന്തം ഉമ്മ മുശ്രിക്കാണെന്ന് പറയാൻ അവർക്കൊരു മാനസികമായി കൊണ്ട് ഒരു വൈമനസ്യവും ഉണ്ടായില്ല. ഇത്തരം ഒരു തലങ്ങളിലേക്ക് കേരളത്തിന്റെ സംസ്കാരം മാറ്റിവെച്ചു. അവസാനം എവിടെയെത്തി? പരസ്പരം കുഫ്റാരോപിക്കുന്നിടത്തേക്ക് അവരുടെ ആദർശത്തിന്റെ പാപ്പരത്വം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വർത്തമാനകാല യാഥാർത്ഥ്യമായി കൊണ്ട് നിലനിൽക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആദർശ അപജയം സംഭവിക്കുന്നത്? ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 8 അല്ല 12ഓളം കഷ്ണങ്ങളായി ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനം. വീണ്ടും അതിന്റെ ശാഖോപശാഖകളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവയിൽ ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എന്നുള്ളത് വസ്തുതാപരമാണ്. കാരണം ഓരോരുത്തർക്കും ഖുർആൻ അങ്ങോട്ട് കൊടുത്തു, ഹദീസ് അങ്ങോട്ട് കൊടുത്തു. ഓരോരുത്തർക്കും തന്റെ ചിന്തയിൽ തോന്നിയതുപോലെ ചിന്തിക്കാൻ, തനിക്ക് തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ, തനിക്ക് തോന്നിയതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചതിനപ്പുറം, സ്വഹാബത്ത് വരച്ചു കാണിച്ചു തന്നതിനപ്പുറം ഓരോരുത്തർക്കും തോന്നിയതിന് പോലെ വ്യാഖ്യാനിക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ടായപ്പോ പരസ്പരം കുഫ്റാരോപിക്കുന്നതായ തലങ്ങളിലേക്കെത്തി. അവസാനം കുഫ്റാരോപണത്തിന്റെ ഗൗരവതരമായ വസ്തുത എവിടെ വരെ എത്തിയെന്നോ സാക്ഷാൽ സക്കരിയ സ്വലാഹി തന്നെ വ്യക്തമാക്കുകയാണോ? ആ കാര്യം ഇതാ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. 3 തുറന്നോളൂ. മൂന്ന് അതിൽ ഫസ്റ്റുള്ള നമ്പർ പേരിലാണ് ഈ മടവൂർ വിഭാഗവുമായി വിട്ടുപിരിഞ്ഞ് ഈ പറഞ്ഞത്. ഇപ്പൊ എന്താ സംഭവിച്ചാൽ മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞിരുന്നത് 5-8 കൊല്ലം മുമ്പ്, അത് ഇപ്പൊ നമ്മൾ ആളുകൾ വര തെറ്റാതെ അക്ഷരമ്പതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി ചോദിച്ചില്ലേ, ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ സായിപ്പിനെ, ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ പാവങ്ങളെ. എന്തിന് തല്ലിയോടിച്ചു? അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയിലാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. ഇവരൊന്നും പച്ചക്ക് നമ്മൾ ശിർക്കാരോപിച്ചിരുന്നില്ല. എങ്ങനെ? എന്നാ ഇവര് പച്ചക്ക് ശിർക്കാരോപിക്കാണ്. അവരുടെ ഉള്ളിൽ തന്നെ നമ്മളെ കാഫിറാക്കിയ വിഷയമൊക്കെ വിടുക. അവരുടെ കണ്ണിൽ നമ്മളൊക്കെ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. അവസാനം എവിടെ എത്തി? മടവൂർ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം അവരിൽ നിന്നങ്ങോട്ട് പോയി വീണ്ടും സക്കരിയ സ്വലാഹിയെയും കൂട്ടരെയും ഔദ്യോഗിക മുജാഹിദ് വിഭാഗം തന്നെ പച്ചയായി കൊണ്ട് ശിർക്കാരോപിക്കുന്നിടത്തേക്ക് സംഗതി എത്തിയെന്ന് അവർ തന്നെ തുടർന്നുകൊണ്ട് പറയുകയാണ്. ഇതൊരു നിസാര വിഷയമല്ല. എന്താ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൽ വിശ്വസിക്കുന്ന, ഏകത്വത്തിൽ വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ നേരെയാണ് ഇവർ ഈ ശിർക്കാരോപണം നടത്തിയത്. അത് വളരെയധികം ഗൗരവതരമായ വിഷയമായിരുന്നു. വീണ്ടും അവരുടെ കാഴ്ചപ്പാടിൽ മുവഹിദുകളാണ് എന്ന് വാദിച്ചിരുന്ന അവരുടെ സലഫി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിഭാഗം അങ്ങോട്ട് പോയി, അവരും അങ്ങോട്ട് ശിർക്കാരോപണമൊക്കെ നടത്തി. അതിനേക്കാളുമൊക്കെ പച്ചക്കാണ് ഇപ്പോൾ ഔദ്യോഗിക മുജാഹിദുകൾ ഈ പറയുന്ന ജിന്നി വിഭാഗത്തെ ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവര് പോലും തുറന്നുകൊണ്ട് പറയുകയാണ്. ഇതൊരു നിസാര വിഷയമായി കൊണ്ട് കാണേണ്ടതല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആദർശ പാപ്പരത്തിലേക്ക് എത്തിയത് എന്ന് തുടർന്നുകൊണ്ട് സാക്ഷാൽ ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ 5-ാമത്തെ എടുത്തിട്ട്
മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതി എന്നെ ഫത്വ ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? അപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങുക, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങുക, എന്നിട്ട് അത് അർത്ഥം അറിയില്ലെങ്കിൽ പരിഭാഷ അതിനപ്പുറത്തുനിന്ന് വാങ്ങുക, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനം വേണം ചങ്ങന്മാരെ. എന്താ സംഭവം? നേരിട്ടുകൊണ്ട് ഖുർആനിലേക്ക്, നേരിട്ടുകൊണ്ട് സുന്നത്തിലേക്ക് സലഫു സാലിഹ്യങ്ങൾ കാണിച്ചു തന്ന മൻഹജുകൾക്ക് വിരുദ്ധമായിക്കൊണ്ട്, അവർ കാണിച്ചു തന്ന ത്വരീഖുകൾക്ക് വിരുദ്ധമായിക്കൊണ്ട്, എന്താണോ പ്രവാചകർക്ക് വരച്ചു കാണിച്ചു തന്നത്, എന്താണോ സഹാബത്ത് വരച്ചു കാണിച്ചു തന്നത്, അതിന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ഒരു മാർഗം സ്വീകരിക്കുവാൻ വേണ്ടി ഇവർ കടന്നു വന്നപ്പോൾ ഉണ്ടായ അബദ്ധമാ. ഇവരിപ്പോഴും പറയാറുണ്ടല്ലോ, നേരിട്ടുകൊണ്ട് ഖുർആനിലേക്ക്, നേരിട്ടുകൊണ്ട് സുന്നത്തിലേക്ക്. ഖുർആനിൽ പോയി എന്ത് മനസ്സിലാക്കാനാ? നിങ്ങൾ അതിനെ ഒന്നും കൂടി ഇടണം, ക്ലോസ് ചെയ്യാൻ ഞാൻ പറയാം. ഖുർആനിലേക്ക് നേരിട്ട് കൊണ്ടുപോയി നിങ്ങൾ എന്ത് മനസ്സിലാക്കാനാ? അതുപോലെ തന്നെ ഹദീസുകൾ, ലോകത്ത് നിലനിൽക്കുന്നതായ ഹദീസുകൾ, അതിന്റെ യഥാർത്ഥമായ ആശയങ്ങൾ ലോകത്ത് നിലനിൽക്കുന്ന പ്രിന്റഡ് ആയിക്കൊണ്ട് നിലനിൽക്കുന്നതായ ഹദീസുകൾ തന്നെ വളരെ തുച്ഛമല്ലേ? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യ പഠിക്കണം. സ്വഹാബത്താണ് ആ ഖുർആനിന്റെ വാക്താക്കളായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ സാക്ഷികളായിക്കൊണ്ട് നിലനിന്നത്. ആ സ്വഹാബത്തിനെ മാറ്റിവെച്ചപ്പോ സ്വഹാബത്തിന്റെ ചര്യകളെയും മുൻഗാമികളായ ആളുകൾ വ്യാഖ്യാനിച്ചതായ വ്യാഖ്യാനങ്ങളെയും ഇവർ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഉണ്ടായ അബദ്ധമാണിത്. ഇവര് തന്നെ സ്വീകരിച്ചതായ മാർഗം എന്താണ് എന്നാണ് ഇപ്പോൾ മടവൂരി പാളയത്തിലുള്ള അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ എന്ന് പറയുന്ന പ്രഭാഷകൻ തുറന്നു പറയുന്നത്. അവരൊക്കെ സ്വീകരിക്കുന്ന മാർഗം ഇതാ. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടൊരു ഫത്വ കൊടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. നിങ്ങളൊരു ഖുർആൻ വാങ്ങിക്കോളൂ, ഇപ്പോഴത്തെ അതിന്റെ ഒരു പരിഭാഷ വാങ്ങിക്കോളൂ, അതിൽ നിങ്ങൾക്ക് വിഷയസംഹിതമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഇൻഡെക്സ് സംഘടിപ്പിച്ചോളൂ, എന്നിട്ട് സ്വയം നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്തിക്കോളൂ എന്ന് പറയുന്നതായ ഒരു ഗതികേടിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം മാറിയെന്ന് സാക്ഷാൽ അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കലാണ് പറയുന്നത്. ഒന്നുകൂടി കൽപ്പിച്ചു കൊടുക്കും ഫസ്റ്റ്. മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതി എന്നെ ഫത്വ ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? അപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങുക, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങുക, എന്നിട്ട് അത് അർത്ഥം അറിയില്ലെങ്കിൽ പരിഭാഷ അതിനപ്പുറത്തുനിന്ന് വാങ്ങുക, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനം വേണം ചങ്ങന്മാരെ. അപ്പോൾ എന്തിനായിരുന്നു ഇത്തരം ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്തത് എന്നതിന്റെ ഉത്തരം പറയണം അവർ. വിശ്വാസരാഹിത്യങ്ങളിലേക്ക്, ആദർശ പാപ്പരത്വത്തിലേക്ക് കടന്നു വന്നപ്പോ 90 വർഷക്കാലമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദർശങ്ങളെ വീണ്ടും വീണ്ടും വിശുദ്ധമായിരുന്നു എന്നു ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയാൻ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് തന്നെയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ ഒരു പ്രമേയം തെരഞ്ഞെടുത്തത് യാദൃച്ഛികമായി കൊണ്ടല്ല, അത് ആസൂത്രിതമായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അഥവാ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഒരു ശ്രേണിയിലേക്ക് അവർ കടന്നു വരാനുള്ള കാരണം മുൻഗാമികൾ സ്വീകരിച്ചതായ പാതകളെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടാണ്, പിന്തുടരാത്തത് കൊണ്ടാണ്. നമ്മൾ അവരോട് പറഞ്ഞു, ഫിഖ്ഹിന്റെ മാർഗങ്ങൾ, കർമ്മശാസ്ത്രപരമായ ചര്യകൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് നാലാലൊരു മദ്ഹബിൽ വിശ്വസിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ പറയുന്നത് ഉൾക്കൊണ്ടാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നേരിട്ട് കൊണ്ട് ഖുർആനിലേക്ക് പോയാൽ, ലഭ്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് പോയാൽ അപര്യാപ്തമാണ് അത് മനസ്സിലാക്കുന്നിടത്തുനിന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ ഉൾക്കൊള്ളാതിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആറാമത്തെടുത്തോ, ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. സ്വന്തം നേതൃത്വം എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ തഖ്ലീദ് ചെയ്യേണ്ടത് എന്ന് ഷാഫി ഇമാമ് പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തവർ, ഹനഫി ഇമാമ് പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തവർ, ഹംബലി ഇമാമ് പറഞ്ഞതും മാലിക്കി ഇമാം പറഞ്ഞതും മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതിനെ തഖ്ലീദ് ചെയ്യാൻ മടിയുള്ള ആളുകൾ ഇപ്പൊ പറയുന്നത് കേട്ടോളൂ. സ്വന്തം നേതാക്കന്മാർ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്ന് കേട്ടോളൂ. അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനഃപ്പാടമാണ്. എന്താ നിങ്ങൾ ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല.
നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയുണ്ട്? നമ്മൾ ഇമാമുകളെ പിൻപറ്റണം, സലഫു സാലിഹ്യങ്ങളെ പിൻപറ്റണം അക്ഷരം പ്രതി എന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല, അവരെ പിൻപറ്റുവാൻ പാടില്ല. അങ്ങനെ അന്ധമായ തഖ്ലീദ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ ആ തഖ്ലീദ് എന്ന അന്ധമായ അനുകരണം എന്നൊക്കെ പറഞ്ഞു അതിനെയൊക്കെ വിമർശിച്ച് നടന്നിരുന്ന ആളുകൾ എത്തിപ്പെട്ടതായ ഒരു രൂപമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ പരിമിതമാണ്. വിശ്വാസത്തിന്റെ ഇത്തരത്തിൽ രാഹിത്യങ്ങൾ സംഭവിച്ചത് നാം നമുക്ക് മുമ്പിൽ ഒരുപാട് കാണുകയാണ്. ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഈ പരിസരത്ത് തബ്ലീഗ് ജമാഅത്ത് വളരെ ആസൂത്രിതമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ രാഹിത്യം സംഭവിച്ചതായ ആളുകളുണ്ട്. വിശ്വാസപരമായി സ്ഖലിതം സംഭവിച്ചപ്പോ ഇതുവരെ ഈ ഒരു മുവഹിദ്, ഈ ഒരു തൗഹീദ് മാത്രമായിരുന്നു ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് മറുഗ്രൂപ്പിലേക്ക് പോകാൻ തയ്യാറല്ല. അവരെ വിശ്വസിക്കാനോ അവരുടെ നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കാനോ അവർ സന്നദ്ധമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സ്വാഭാവികമായും ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന തബ്ലീഗ് ജമാഅത്തിലേക്കാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ളതായ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആദർശം പച്ചയായിക്കൊണ്ട് നിരാകരിക്കപ്പെട്ടപ്പോ, ആദർശം പച്ചയായിക്കൊണ്ട് തള്ളിക്കളയപ്പെട്ടപ്പോ അതിനെയൊക്കെ വിശ്വസിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നതായ ആളുകൾ ഇവിടെ പുതിയ പാർട്ടികളായിക്കൊണ്ട് ഇവിടെ നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാഹ് നടത്താനും തബ്ലീഗ് നടത്താനും വേണ്ടിയിട്ടാണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ളതായ പ്രസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ തബ്ലീഗിന്റെ തനിനിറം ഈ ഒരു ആദർശ വിശുദ്ധിയുടെ സംസ്കൃതി ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയുവാൻ വേണ്ടി സംഘടിപ്പിച്ച സമസ്തയുടെ വേദിയിൽ നിന്നുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. 20 എടുത്തു വെച്ചു. കേട്ടോളൂ നിങ്ങൾ. തൽഖീനുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ വെക്ക്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? നമുക്കറിയാം, ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ തൽഖീൻ ചെല്ലുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ നടപടിക്രമമാണ്. ഞാനതിന്റെ ഹദീസുകളിലേക്ക് പോകുന്നില്ല, അതിനെ പ്രാമാണികമായി കൊണ്ട് ഉദ്ധരിച്ചതായ ഉദ്ധരണികളിലേക്ക് പോകുന്നില്ല. അതൊക്കെ സ്പഷ്ടമായി കൊണ്ട് വ്യക്തമാക്കപ്പെട്ട സംഗതിയും മുസ്ലിം ഉമ്മത്ത് നാളിതുവരെയായിക്കൊണ്ട് അംഗീകരിച്ച വസ്തുതയുമാണ്. അത് മാത്രം മതി തബ്ലീഗിന്റെ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ. ആ ഭാഗം വ്യക്തമായി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതി വെച്ച കടലാസമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, വരിക. കാരണം കടലാസായിട്ട് മൂപ്പർ വന്നിട്ടില്ല എങ്കിൽ മൂപ്പരെ ജോലി തെറിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്രയാണ് വരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? വരുന്ന മയ്യത്തിനൊക്കെ മൂപ്പർക്കെന്തേണ്ട മൂപ്പരെ ജോലിയാണ് അതിങ്ങനെ ഓർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല, ഒരു പുണ്യമില്ല അതിൽ എന്നാണ് ഈ തബ്ലീഗിന്റെ മൗലവി പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കൊണ്ട് സ്വഹീഹായ ഹദീസ് ഇതിന്റെ ഉപോത്ബലകമായ തെളിവായി പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കുകയും അതിനെ പിൻപറ്റിക്കൊണ്ട് സാക്ഷാൽ ഇബ്നു ഖയ്യിം പോലും പറഞ്ഞു, ഫസ്ലുൻ വയദല്ലു ആദാ ഐലൻ ജറാ അലൈഹി അമലുൻ നാസ് ഖദീമൻ വഇലൽ ആൻ. പണ്ട് കാലം മുതൽക്ക് തന്നെ ഇക്കാലഘട്ടം വരെയുള്ള ജനങ്ങളുടെ പ്രവൃത്തി, മുസ്ലിം ഉമ്മത്തിന്റെ നടപടിക്രമം, അത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ നടപടിക്രമമായി കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഈ ലോകത്തിൽ ഈ നിലനിൽക്കുന്നതായ ഒരു ആചാരമാണ് എന്ന് സാക്ഷാൽ ഇബ്നു ഖയ്യിം പോലും സമ്മതിച്ചതായ വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തിയിട്ടുണ്ട്, പ്രാമാണികമായി കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇവരുടെ തനിനിറം മനസ്സിലാക്കുവാൻ വേണ്ടി സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, ഇതേ മൗലവി തന്നെ തുടർന്നു കൊണ്ട് പറയുന്നത് കേൾക്കുക. അതുപോലെ അഥവാ ഈ 3 കഴിക്കുക 40 കഴിക്കുക പോലെയുള്ളതായ ആചാരങ്ങൾ അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റിയതല്ല, വിശ്വസിക്കാൻ പറ്റിയതല്ല, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയുന്നത് കേട്ടോളൂ. 7-ാമത്തത് 21. സത്യത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 3 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ ആണ്ട് ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ എങ്ങനെയുണ്ട്? വീണ്ടും നിങ്ങൾ കേട്ടോളൂ. മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യൽ, അതിന് യാതൊരു പവിത്രതയുമില്ല. 23
മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യൽ അതിന് യാതൊരു പവിത്രതയും ഇല്ല എന്ന് ഇതേ മൗലവി തന്നെ പറയുന്നു. നിങ്ങൾ കേട്ടോളൂ, തബ്ലീഗിന്റെ തനിനിറം മനസ്സിലാക്കാം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്. നബിയിൽ നിന്നുണ്ടായിട്ടില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബത്തെ കിറാമിൽ നിന്നോ സ്ഥിരപ്പെടാത്തതായ ആചാരമാണോ ഇത് എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ആശയങ്ങൾ തുറന്നു പറയുന്നതിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് അദ്ദേഹം ഇതിനൊരു മുഖവുരയായിക്കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നോക്കൂ. നിങ്ങൾ 22-ാമത്തത് എടുത്തു വെച്ചോളൂ. എന്നിട്ട് നമ്മൾ പറയുന്നത് ചെയ്യുകയുമില്ല, അഥവാ നമ്മൾക്ക് അധികമുള്ള സുഖം എന്താന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂല, ചെയ്യാൻ പറയാത്തതൊക്കെ എന്ത് ചെയ്യും? ചെയ്യും. ചെയ്യാൻ പറയാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും. അത് ദീനായിട്ട് കാണുകയും ചെയ്യും. അതിനെതിരിലായിട്ട് ആരെങ്കിലും പറഞ്ഞ മൂപ്പര് ദീനിന്ന് ഔട്ടായി, എന്നിട്ട് പറയും മൂപ്പര് മറ്റവനാണ്. എന്താ പറയാ? മൂപ്പര് മറ്റേതാട്ടോ. ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഇന്നലെ മറ്റേതാന്ന് പറഞ്ഞാലും എന്നാലും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കുറെ അപ്രിയ സത്യങ്ങൾ ഉണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹം. തബ്ലീഗിന്റെ തനിനിറം മനസ്സിലായല്ലോ. എന്താണ് അവർക്ക് തെറ്റ് എന്ന് ചോദിക്കുന്നവരില്ലേ? തബ്ലീഗ് ജമാഅത്തിന് എന്താണ് ന്യൂനത എന്ന് പറയുന്നവർ അതിനു വേണ്ടി ഒരു സാമ്പിളായിക്കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അഥവാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണോ? വഹാബിസത്തിന്റെ യഥാർത്ഥമായ ആശയം തന്നെയാണോ സാക്ഷാൽ ഇല്യാസ് അഹമ്മദും റഷീദ് അഹമ്മദ് ഗാംഗോഗിയും രൂപീകരിച്ചതായ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വർത്തമാനകാല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഭീഷണികളിലേക്ക് കടന്നു വരികയാണോ? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ട് സുന്നി വിരുദ്ധമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും മുസ്ലിം ഉമ്മത്ത് നാളിതുവരെ വിശ്വസിച്ചതായ വിശ്വാസങ്ങളെ കടക്കൽ കത്തിവെക്കുകയും ചെയ്യുന്നതായ ഒരു ടീം ഇവിടെ ആസൂത്രിതമായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സുന്നി വിരുദ്ധമായ പ്രവർത്തനം നടത്തിയതിന്റെ കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ടതായ ആളുകൾ അന്ന് ചോദ്യം ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ വിശ്വാസത്തെയായിരുന്നെങ്കിൽ, മഹാനവറുകൾക്ക് ആദർശ ചോരണം സംഭവിച്ചു എന്നായിരുന്നെങ്കിൽ അതിന് പറഞ്ഞിരുന്ന ന്യായങ്ങളൊക്കെ തകർന്ന് തരിപ്പിടമായതിന്റെ യഥാർത്ഥമായ രൂപം ഇന്ന് വ്യക്തമായി കൊണ്ട് ലോകത്തിന് മനസ്സിലാക്കിയതായ ഒരു പാശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനുമപ്പുറം ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ഇവർ നടത്തിയതായ തട്ടിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രസ്ഥാനവും ഇന്ന് പൊട്ടിച്ചിതറുവാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാ. ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട്, സാമ്പത്തികമായ മോഹങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അവർ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും അവർ ഇന്നിതാ ഒരു പൊട്ടിത്തെറിപ്പിന്റെ വക്കില അല്ല എന്നെത്ര പറഞ്ഞാലും ശരി. ആസൂത്രിതമായ അണിയറ രഹസ്യങ്ങളൊക്കെ ഒതുക്കുവാൻ വേണ്ടി നടക്കുന്നതായ ശ്രമങ്ങൾ അറിയാതെയല്ല ഈ പൂനൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് എന്ന് ആധികാരികമായി പറയാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ കാരണം? ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെയാണോ ഇവർ അവസാനം ആരോപണങ്ങൾ ഉന്നയിച്ചത്? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ നേരെയാണോ ഇവർ കളവ് പ്രചരിപ്പിച്ചത്? ബഹുമാനപ്പെട്ട പ്രവാചകരുടേതല്ലാത്തൊരു സാധനം പ്രവാചകന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും അതിന് വേണ്ടിക്കൊണ്ട് ആസൂത്രിതമായ പല നീക്കങ്ങളും നടത്തുകയും ചെയ്തപ്പോ അതുവരെ നടത്തിയതായ സാമ്പത്തികമായ തട്ടിപ്പുകളെ പോലെയായിരുന്നില്ല, അതുപോലെയുള്ള പ്രവർത്തനങ്ങളെ പോലെയായിരുന്നില്ല. അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ആദർശ പാപ്പരത്വം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ആദർശ പാപ്പരത്വത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നാദർ നൂരി എന്ന് പറയുന്ന കുവൈത്ത് ഔക്കാഫ് ഡയറക്ടറുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് കുവൈത്ത് കരാർ ഒപ്പിട്ടത്. ആ കുവൈത്ത് കരാറിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയത്തിന് യോജിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാൻ 10,000-കണക്കിന് സദസ്സുകളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിനീതൻ തന്നെ 10-ലധികം തവണ ഈ പൂനൂരിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരാളും ഏറ്റെടുത്തിട്ടില്ല. 17 കരാറ്, ഒന്നാമത്തെ കരാറ് മുതൽ 17 കരാറ് വരെ എടുത്തോളൂ, ഇന്നുണ്ടെങ്കിലും വരാം, എപ്പോഴുണ്ടെങ്കിലും വരാം, ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ആദർശ പാപ്പരത്വമാണതെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. ഒന്നാമത്തെ കരാർ അതല്ലേ? നേരിട്ടുകൊണ്ട് ഖുർആനിലേക്ക്
സ്ഥാനത്തേക്ക് നേരിട്ട് കൊണ്ട് സുന്നത്തിലേക്ക് പോയി. അഹ്ലുസുന്നത്ത് വൽ ജമാഅ പഠിപ്പിച്ചതായ ആദർശത്തിന് വിരുദ്ധമായി കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കാണിച്ചു തന്ന റഷീദ് റിള പഠിപ്പിച്ച ജമാലുദ്ദീൻ അഫ്ഗാനി പഠിപ്പിച്ച ആ വിശ്വാസധാരയിലേക്ക് കൊണ്ടുപോയി സുന്നത്ത് ജമാഅത്തിന് അടിയറ വെക്കുവാനുള്ള നീക്കമായിരുന്നില്ലേ നടന്നിരുന്നത്? അതിന്റെ ഭാഗമായി കൊണ്ട് ആദർശ പാപ്പരത്വം നടന്നിട്ടുണ്ട്. ആദർശ വിശുദ്ധിയെ കുറിച്ച് കൊണ്ട് സംസാരിക്കാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ കുറിച്ച് കൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. സാമ്പത്തികമായി കൊണ്ട് ലാഭമുണ്ടാകുമ്പോഴേക്കും ഈ ആദർശത്തെ പലപ്പോഴും നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. അതാണല്ലോ ഷാർജയിൽ ചെന്നുകൊണ്ട് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചപ്പോ കണ്ടത്. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കോളിക്കലും പരിസരത്തും നടന്നത്, പൂനൂരും പരിസരത്തും നടന്നത്, നമ്മുടെ നീർപ്പൊയിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്, ഒരുപാട് തവണ ആദർശ പാപ്പരത്വങ്ങൾ ഇതേ പൂനൂരിൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഈ പൂനൂരിന്റെ മണിൽത്തട്ടകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജനസഞ്ചയങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടും ഒരു തവണയും നിങ്ങൾ വേദി സംഘടിപ്പിച്ചിട്ട് അതിനെപ്പറ്റി എന്റെ കാമ ഉരിയിടാതെ പോയത്? ആദർശ പാപ്പരത്വം ഇത്രമേൽ പ്രകടിപ്പിച്ച വർത്തമാനകാലത്തിൽ ഈ ഇത്രയും മേൽ ഫിത്നയും ഫസാദുമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ആദർശ വിശുദ്ധിയെ കുറിച്ച് കൊണ്ട് പറയാൻ കഴിയൂല. നിങ്ങൾ അവസാനം മുടിയുടെ പ്രത്യേകത ചോദിച്ചപ്പോ ആ നീളമുള്ള മുടിയുടെ ഫോട്ടോന്ന് കാണിച്ചവർക്ക് മറന്നു പോകണ്ട. നമ്മളിത് കൂട്ടിവെച്ചിട്ട് കുറച്ചു കാലമായിരുന്നു, അതാണ് കുറച്ച് സമയം കൊണ്ട് പിടിച്ചത്. നോക്കൂ, ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ ഇത് ഒരുപാട് ചോദ്യം ചെയ്തവരായിരുന്നു. അവസാനം അതിന്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തി. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തി. അന്ന് വിഘടിത പാളയത്തിലായിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി അടക്കമുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ മുടി കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ചെന്നുകൊണ്ട് 7 മുടി വാങ്ങി. അതുപോലെ തന്നെ ജിഷാൻ അവിടെ ചെന്നുകൊണ്ട് 18 മുടി വാങ്ങി. അതിന്റെ പിന്നാലെ 10 മുടി വാങ്ങി. അതൊക്കെ ആർക്ക് പോയാലും കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയും അത് ഞങ്ങൾ ലോകത്തിന് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ, വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തപ്പോ അത് പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എങ്കിൽ അവര് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന സാക്ഷാൽ മുടിത്തട്ടിപ്പുകാരനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് ഞങ്ങളല്ല. ഞങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മുഹമ്മദ് രാമന്തളിയൊക്കെ അതിന് പാരവെച്ചതായിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ഒപ്പരം നടന്ന സാക്ഷാൽ നൗഷാദ് അഹ്സനി തന്നെ അദ്ദേഹം ഈ മുടി അംഗീകരിക്കുന്നവനാണോ അല്ലയോ എന്നുള്ളത് സമയമുണ്ടെങ്കിൽ കാണിച്ചു തരാ. അദ്ദേഹം വെട്ടി തുറന്നുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയതായ സീഡിയൊക്കെ നിങ്ങൾ കണ്ടതാണ്. പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് പലതും തുറന്നു പറയുന്നതിന് അദ്ദേഹം തടസ്സം നേരിട്ടിട്ടുമുണ്ട്. ഞാനത് ഇപ്പോ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞത് എല്ലാവർക്കും കിട്ടും മുടി എന്നുള്ളത് അതൊരു സത്യമായി കൊണ്ട് നിലനിന്നു. പിന്നീട് ഇവിടേക്ക് കടന്നു വന്ന 2006 കൊണ്ടുവന്ന ഈ ഇഖ്ബാൽ ജാലിയാവാലയുടെ മുടി 2009 നേരത്തെ പറഞ്ഞതായ അബുദാബിക്കാരനായ സാക്ഷാൽ മുഹമ്മദ് അഹമ്മദ് ഖസ്റജിയിലൂടെ കേരളത്തിലേക്ക് എത്തിയതായ മുടി, ഇതിന്റെ ഒക്കെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ദ്വാരാജിവാലയാണോ, ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയാണോ? അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയാണ്, ജീവിക്കുന്നത് മുംബൈയിലാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഇസ്ലാമിക് സെന്ററിന്റെ ലെറ്റർ പേഡിൽ സാക്ഷി, ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ഈ ജാലിയാവാലയുടെ ലെറ്റർ പേഡ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് 7 മുടി കിട്ടി. അത് ഞങ്ങൾക്ക് സത്യം ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് മനസ്സിലാക്കി കൊടുത്തപ്പോ ഇവർക്ക് അത് വിശ്വാസമായിരുന്നില്ല. പക്ഷെ അവർ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. എന്താണ് സംഭവം എന്ന് വീണ്ടും സൂചിപ്പിക്കാം. 2012 ജനുവരി 30 അവർ ഒരു ഇഷ്ടികക്ക് എന്താണ് പറയാ, ഒരു തറക്കല്ലിടൽ മാമാമക്കം ഒക്കെ നടത്തിക്കൊണ്ട് ഒരു മാമാമക്കം സംഘടിപ്പിച്ചുകൊണ്ട് അവർ അതിന് വേണ്ടി ചില കളികളൊക്കെ കളിച്ചുകൊണ്ട് ഒരു ഇഷ്ടികയുടെ നാടകമൊക്കെ നടത്തിയിരുന്നു. ആ പള്ളി ഇന്ന് എവിടെ നമുക്കറിയൂല. അതിന് പിടിപ്പിച്ച കോടികൾ എവിടെ ചോദിക്കാൻ പാടില്ല. എവിടെ എത്തി കുട്ടികളെ? എന്തേ 4ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണല്ലോ. അതിന്റെയൊക്കെ ചർച്ചകളിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമൊക്കെ ഇവിടെ മുഹമ്മദ് രാമന്തളി സംസാരിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വിശ്വാസരാഹിത്യങ്ങൾ സംഭവിച്ചപ്പോ ആ മുടിപ്പള്ളിക്ക് തറക്കല്ലിട്ട വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രഭാഷണം അവർ കേട്ടു. 29 എടുത്തോ. CA ഇബ്രാഹിം പറയാണ് ഇക്കം കിട്ടിയിരിക്കുന്ന മുടി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരണമുബാറക്കിന്റെ വർദ്ധക്കെന്താണ്? 15 കൊല്ലം മുമ്പ് എടുപ്പ് ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാകുന്ന മുമ്പ് ജാമിഅ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടുപോയി. ഒരു ദിവസം എന്നെ കുറിച്ച് പറഞ്ഞു, 2 വയസ്സായ സയ്യദിമാരായ സ്ത്രീകളുണ്ട്. അവരൊക്കെ ശരണമുബാറക്കുണ്ട്. അവർക്ക് സന്താനമില്ല, കുട്ടികളില്ല. അതുകൊണ്ട് അവർ ഈ ശരണമുബാറക്ക് ഏൽപ്പിക്കണമെന്നുണ്ട്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കിതാ ഈ ശരണമുബാറക്ക് കൊടുക്കുന്നു. 16 കൊല്ലമായി എല്ലാ റബീഉൽ അവ്വൽ 12-ാമത്തെ ദിവസം 12-ാം ദിവസത്താൽ കയറി
ഭദ്രാവതി വീട്ടിൽ വെച്ചിട്ട് സിയാറത്ത് നടത്താറുണ്ട്. ഇനി നിങ്ങൾ സനത് കേൾക്കുന്നു, ഇഷ്കമിണ്ടാണ് സനത്. ഇനിയിപ്പോ നിങ്ങളെ വെയ്യുപ്പാപ്പല്ല നിന്നിട്ട് പറഞ്ഞാണ് ഹസരച്ച് ഇനി ഇത് USA, മലേഷ്യ, ശ്രീലങ്ക മർക്കസിലേക്ക് ഇനി എവിടുന്ന വരാനുള്ള ജനങ്ങൾ. അപ്പോ അവസാനം എവിടെ എത്തിയെന്നറിയപ്പോ കുരുവട്ടൂരിലെ ഇവര് പറയുന്നതായ ഷെയ്ഖ് ഹാഫിദിന്റെ ഒരു പ്രഭാഷണത്തിൽ കേൾക്കാം 5000-ഓളം കേന്ദ്രങ്ങൾക്ക് ഇപ്പൊ മുടി കൊടുത്തു എന്ന്. എന്താ അത് സംഭവോ? ആർക്ക് ചോദിച്ചാലും എപ്പം വേണമെങ്കിലും എവിടുന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയതായ ഒരു വിഷയമായിക്കൊണ്ട് ഇതിങ്ങനെ സുലഭമായിക്കൊണ്ട് വാങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ആധികാരികത ചോദിച്ചു. അതാണ് ഇവിടെ വലിയ വിഷയമുണ്ടാക്കിയത്. ആ ആധികാരികത ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇയാളെ കയ്യിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്നറിയോ? ഇഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രന്റെ വടി ഹാഫിദിന്റെ കയ്യിലുണ്ട് എന്നുവരെയുള്ളതായ ഒരു നീക്കങ്ങളും പ്രഭാഷണങ്ങളും ഇപ്പോ ഒക്കെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോ ഈ പറയുന്നതായ ജാലിയവാല ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുതപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമം നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പറയുന്ന ജാലിയ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പോയാലും കാണാം അത്തരത്തിലുള്ളതായ ഒരു ആക്രി കച്ചവടം നടത്തുന്ന ആളായിരുന്നു ഇയാൾ. അയാളെയാണ് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദിയിൽ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾ ചോദിച്ചു, ഏതായാലും ആധികാരികത തെളിയിക്കുവാനുള്ള കൈമാറ്റ പരമ്പര നിങ്ങളുടെ കയ്യിലില്ല. കൈമാറ്റ പരമ്പര ഉണ്ടാക്കിയപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കാതെ വന്നപ്പോഴാണ് നിങ്ങൾ പുതിയ തട്ടിപ്പ് സ്വീകരിച്ചത്. അതെ, ഖാദിരിയ്യ തരീഖത്തിന്റെ സനദിന്റെ മുമ്പിലേക്ക് ഇഖ്ബാൽ ജാലിയ വാലിയുടെ പേരങ്ങോട്ട് എഴുതി ചേർത്ത് അവസാനം തരികിട കളിച്ചതൊന്നും ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ഈ 10 വർഷത്തിന്റെ ഇടയിൽ 9 വർഷമായല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? ഇത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നിങ്ങളത് മറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിത് പൂർത്തിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയം ലൈവാക്കി നിർത്തുവാൻ വേണ്ടി സദാസമയവും അതിങ്ങനെ സമയബന്ധിതമായിക്കൊണ്ട് നിലനിർത്തുവാൻ വേണ്ടി നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടാൻ നിൽക്കുന്നില്ല. സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അന്ന് നിങ്ങൾ സൂചിപ്പിച്ചത് എന്തായിരുന്നു? സാക്ഷാൽ ഇഖ്ബാൽ മുഹമ്മദ് വലി ജാലിയവാല എന്ന് പറഞ്ഞ് ഈ ജാലിയവാലയെ വലിയായി കൊണ്ടായിരുന്നില്ലേ ചിത്രീകരിച്ചത്? അദ്ദേഹത്തെ വലിയ ഷെയ്ഖും മുരീദുമായ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ പകരക്കാരൻ പരിചയപ്പെടുത്തിയത്? എന്നിട്ട് എന്തേ സംഭവിച്ചത്? അയാൾ ഇവിടെ വന്നിട്ട് എന്തേ പോയി നോക്കാതിരുന്നത്? എന്തേ സ്വന്തം ഷെയ്ഖ് വന്നപ്പോ കാന്തപുരം പോയി നോക്കിയില്ല? എന്തേ ഒന്ന് തിരിഞ്ഞു പോയി നോക്കിയില്ല? അതിനെ സംബന്ധിച്ച് അതൊക്കെ കുരുത്തക്കേടല്ലേ? അല്ലേ? അങ്ങനെ പറ്റൂലേ? കുരുത്തക്കേട് പണ്ടേ കുറെ വാങ്ങി വെച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഇതൊക്കെ ശരിയാണോ? ഞങ്ങൾ പലപ്പോഴും ചോദിച്ചു. സുന്നി നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ആ മുടി കൊണ്ടുവന്ന ജാലിയവാല എന്ന് പറയുന്ന ആളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം രാഹിത്യം സംഭവിച്ചതാണോ? വിശ്വാസം നഷ്ടപ്പെട്ടതാണോ? എന്തേ ജാലിയവാല ഈ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ പോയി സന്ദർശിച്ചില്ല? കുരുവട്ടൂരിൽ അദ്ദേഹം വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുടി സൂക്ഷിച്ചതായ മർക്കസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചില്ല? ചോദ്യത്തിന്റെ ഉത്തരം സ്വാഭാവികമായും ഈ മലയാളക്കരക്ക് ലഭിക്കേണ്ടതുണ്ട്. വെറും വിഷയമായി കൊണ്ട് തള്ളിക്കളയേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള ആധികാരികത നശിച്ചപ്പോ, പ്രാമാണികമായ രേഖകൾ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെങ്കിൽ ആ തിരുകേശത്തിന് ചില പ്രത്യേകതകളുണ്ട്. ബഹുമാനപ്പെട്ട മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന പ്രാമാണികമായ പിൻബലമുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാകൂല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ തിരുകേശം എന്നതിനാൽ അതിന്റെ നിഴലുണ്ടാകൂല. ഒന്ന് നിഴൽ കാണിച്ചു തന്നിട്ട് പരീക്ഷിച്ചാൽ മതി എന്ന് ഞങ്ങൾ താണുകേണ് കൊണ്ട് പറഞ്ഞപ്പോ, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഈ വിവാദം അവസാനിപ്പിച്ചോളാ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരവിടെ പോയി മുടി കൊണ്ടുവന്നവരാണ്. ഇവരൊക്കെ അത് വ്യക്തമായി ബോധ്യപ്പെട്ടവരാണ്. അതിന് നീലുണ്ട് എന്ന് തുറന്നു പറഞ്ഞതാണ്. പൊന്മളക്കാരനോട് ഈശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാക്ഷാൽ മുഹമ്മദ് രാമന്തളി സംസാരിക്കുന്നുണ്ടല്ലോ, പൊന്മള വിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു
മുദരിസുമായി കൊണ്ട് ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ ലോകത്ത് നടന്നിട്ടില്ലേ? എന്നിട്ടും എന്തേ അതിന്റെ ആധികാരികത അങ്ങനെ നിഷ്പ്രയാസം തെളിയിക്കാൻ പറ്റുന്ന ഈ വിവാദം എന്നോ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അതിന് മുൻകൈയെടുത്തില്ല എന്നൊക്കെ ചോദ്യം വരുമ്പോ വീണ്ടും അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾ തകരുന്നതായ രംഗമാണ് നമ്മൾ കാണുന്നത്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിച്ചതായ ഒരു വിശ്വാസമുണ്ട്. ആ പ്രവാചകർക്ക് മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന ചില ഖുസൂസിയാത്തുകളുണ്ട്, ശാരീരികമായി കൊണ്ട് ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ ഭാഗമാണ് പ്രവാചകർക്ക് നിഴലില്ല എന്നുള്ളത്. ആ ഭാഗം അഥവാ ആ വിശ്വാസം പിന്നീട് തകരുന്നതാണ് കണ്ടത്. എന്തേ ഒരൊറ്റ കുട്ടിയും ചോദിച്ചില്ല, ഉസ്താദേ ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചത് ഇങ്ങനെയായിരുന്നല്ലോ, കാന്തപുരം പ്രസംഗിക്കുന്ന പ്രഭാഷണം വരെ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. അഥവാ നാളെ ഇതുവരെ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളൊക്കെ തകർന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്. ആദർശ പാപ്പരത്വം സംഭവിച്ചിട്ടുണ്ട്. ആദർശ വിശുദ്ധി അത് സമസ്തകരണ ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ് എന്ന് അത് വെറുതെ സൂചിപ്പിച്ചതല്ല. നിങ്ങൾ കേട്ടോളൂ. നിയലിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിയൽ ഉണ്ടാകാറുണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാകൂല എന്നല്ല പറഞ്ഞത്, ചിലപ്പോഴൊക്കെ പ്രവാചകർക്ക് നിയലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ മൗലവി കളിക്കുന്നതായ നാടകം 30 എടുത്തിട്ട് കൊടുക്കൂ, കേൾക്കട്ടെ ജനങ്ങൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ വിശ്വസിച്ചിരുന്ന സലഫുസ് സാലിഹുകൾ പഠിപ്പിച്ചു തന്നിരുന്ന ആ മാർഗത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല, പച്ചക്കള്ളമാണ്. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ കാന ലാ യഖഉ അലൽ അർളി, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് കാന ലാ യഖഉ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തുകൊണ്ടാ? അതിന് കാരണം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. നബി സല്ലല്ലാഹുവിന്റെ തണല് അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായിപ്പോവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തൊരു മജ്‌ലിസാണ്. അവിടുന്ന് ശംസിന്റെയും ഖമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല. ഓക്കെ. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നേലുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ചില വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ആ സലാം ബാക്കവി അവതരിപ്പിക്കുന്ന കൂടി ഇതിന് മറുപടി ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കവി കോഴിക്കോട് നടന്നതായ പ്രഭാഷണത്തിൽ ശരിക്കും അങ്ങോട്ട് പറയുന്നുണ്ട് പേരോടിനോട്. അതിന് അദ്ദേഹത്തിന്റെ ശൈലി തന്നെയാണ് യോജിക്കുക. ബഹുമാനപ്പെട്ട സലാം ബാക്കവി തന്നെ മറുപടി കൊടുക്കട്ടെ പേരോട് മൗലവിക്ക്. 31 കണ്ടിന്യൂ പോയാൽ മതി. അല്ലാഹു അവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു, സ്ഫുടം ചെയ്തിരിക്കുന്നു. മിൻ സാഇരിൽ കഥാഇഫിൽ ജിസ്മാനിയ, ശാരീരികമായ എല്ലാ കഥാഫത്തിൽ നിന്നും ശുദ്ധീകരിച്ചിരിക്കുന്നു, പൂർണ്ണമായി നൂറാനിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ശരീരം എന്തായി മാറിയെന്ന ഈ മുടിക്ക് വേണ്ടി ARCKPയുടെ ഭാഷ കടെടുത്ത ചോറ് ബസാറിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന ഒരു മുടിക്ക് വേണ്ടി എന്തായി മാറിയെന്ന അപ്പൊ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഈ ശരീരത്തെ എത്രമാത്രം നിന്ദിക്കുകയാണ് ഈ പെയ്ഡ് സക്കാഫികൾ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. വസയ്യറഹു, ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വസയ്യറഹു, റസൂലുള്ളാഹിയെ അല്ലാഹു ആക്കിയിട്ടുണ്ട്
നൂറൻ സിർഫൻ, തനിച്ച പ്രകാശമാക്കിയിട്ടുണ്ട്. ലാ യദ്ഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ളില്ല് വെളിവാകാറില്ല. അസ്ലൻ, തീരെ തന്നെ. അസ്ലൻ അതിലേക്കൊന്നിട്ട് പേരോട് പറയുന്നു ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്ലിമിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ അതെങ്ങനെയാണ്? നബിക്ക് ഒരിക്കലും ഒരു സമയത്ത് ഇല്ല എന്നാണ് സഖാഫി. എവിടുന്നാണ് ഈ കിതാബ് ഓതി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? ലാ യദ്ഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹിക്ക് ളില്ലുണ്ടാവാറില്ല. അസ്ലൻ, എന്താ അസ്ലൻ അർത്ഥം? പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അസ്ലൻ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും ഒല സിറാജിലും വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സഖാഫി സുന്നത്ത് ജമാഅത്ത് പഠിച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഏതടുപ്പിലാ ഇത് കൊണ്ടുപോയി വെക്കണി? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തള്ളിയിട്ടുള്ള സുന്നി ഏതാ? നിന്റെ സുന്നി ഖർഖൻ ലിൽ ആദതി, ഇത് അസാധാരണ സംഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാം. എന്നാൽ ഇതേ സംഭവം ഹദീസിൽ വരുന്നുണ്ട്. അൻ ഇബ്നു ജുറൈജ് قال أخبرني نافع أن ابن عباس قال لم يكن لرسول الله صلى الله عليه وسلم ظل ولم يكن പിന്നെ പ്രസംഗം വരുന്നുണ്ട്, അതിലിട്ട് കൊടുക്കാം. ഈ നേലുണ്ടാകാത്തതിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നജീവിയായ പകരയോട് ചോദിക്കുന്നു. പറഞ്ഞില്ലല്ലോ? അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നു പേരോടിന് അബദ്ധം സംഭവിച്ചത് തന്നെയാണ് എന്ന് 32 കേൾപ്പിച്ചു കൊടുക്കൂ. പറയുന്ന ഒരു വാദം കേൾക്കുന്നുണ്ട്. ശരിയല്ലാന്ന് പറയുന്നത്. അല്ല അപ്പൊ ഷെയ്ഖുനെ പേരെടുത്താൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഫോറാണ് പറഞ്ഞെന്ന് കേട്ടത്. വളരെ അബദ്ധം പറ്റിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അള്ളാഹു ആയാലും എനിക്ക് അതിനെ പറ്റി ഞാനതിനോട് 100% ഞാൻ അതിനോട് വിയോജിപ്പാണ്. അത് തങ്ങൾക്ക് മേലില്ല ഇൻഷാ അല്ലാഹ്. അല്ല സാർ, നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച നടന്നു. നമ്മൾ എസ്എസ്എഫിന്റെ 4 കുട്ടികളെ ചർച്ച നടന്നു. അപ്പൊ അടുത്ത് വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചൂടെ? അപ്പൊ ഉസ്താദിന് തെറ്റിയതല്ല ഉറപ്പന്നെ. കാരണം ആദ്യം ക്ലാസ്സിൽ പേരെടുത്താൽ പറയുന്നുണ്ട്. അതെ, ഞാൻ കേട്ടത്. അല്ല, ഉസ്താദിന് തെറ്റി പറഞ്ഞാൽ വിഷയം തെറ്റി. അങ്ങനെ ഒരു ഉസ്താദിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? കാരണം പേരെടുത്താനും കാട്ടി മേലെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഏറ്റുസ്ഥാനം കഴിഞ്ഞ പിന്നെ എല്ലാം പേരെടുത്താനില്ലേ? ഓ, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നിയാണ്. അങ്ങനെ പറയാൻ മതി. അപ്പൊ മതി, കുറെ വിഷയങ്ങൾ എടുക്കുന്നുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ 25 വർഷം മുമ്പ് നടത്തിയതായ നീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുടി വിവാദം വരുന്നത് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. 33 അള്ളാഹുവിന്റെ റസൂല് അതാ കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അള്ളാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനോ നീ സംശയിക്കുന്നത്? എന്തിനു നീ നിഷേധിക്കുന്നത്? ലം
معيشة لرسول الله صلى الله عليه وسلم ولم يقم مع الشمس قط إلا غلب ضوءه ضوءها ولم يقم مع سراج قط إلا غلب ضوءه ضوءه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യൻ ഉദിച്ച സ്ഥലത്ത് നിന്നാൽ ായിട്ടല്ലാതെ കാണാൻ സാധ്യമല്ല. അതെ, ഈ വിശ്വാസത്തിൽ നിന്നു ഇവർക്ക് മാറേണ്ടി വന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആദർശരാഹിത്യം സംഭവിച്ചു, ആദർശ പാപ്പരത്വം സംഭവിച്ചു. എന്തിനു വേണ്ടി? ജാലിയാവാലയുടെ മുടിക്ക് വേണ്ടി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ വിശുദ്ധി ഒന്നുകൂടി അങ്ങോട്ട് പ്രകടമാകുന്നത്. അങ്ങനെയാണല്ലോ, ഓരോ രാഹിത്യങ്ങൾ പ്രകടമാകുമ്പോഴാണോ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണോ ഒന്നുകൂടി ശോഭ കൂടുതൽ അങ്ങോട്ട് വ്യക്തമായി കൊണ്ട് കാണുക. അപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ വൈദികളായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അവരുടെ ഫത്വ കമ്മിറ്റി ചെയർമാനായ ഐജീൻ തങ്ങളാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. 35 ഏറ്റവും കൂടുതൽ ജീവിത വിശുദ്ധി കാണിച്ച, സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കടന്നുപോയ, വറയിലൂടെ ജീവിച്ചതായ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഞാൻ ഒരുപാട് വിഷയം പരാമർശിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കത്തുമെന്ന് പറഞ്ഞപ്പോ, അവിടുത്തെ മുടി കത്തിച്ചാൽ കത്തിപ്പോകുമെന്ന് വാദിച്ചപ്പോ, പൊന്മള വിഭാഗം ആ ഒരു വാദം ഉന്നയിച്ചപ്പോ, ഇന്ന് ഇവർക്ക് സത്യം ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയാൻ പറ്റാത്തതായ ഒരു അവസ്ഥാവിശേഷമുണ്ടായി. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഓരോ സംവാദങ്ങളിലും ഇസ്തിഗാസക്ക് പ്രമാണമായി കൊണ്ട് എഴുതിയിരുന്നത്, വാദം എഴുതുന്നതായ സമയത്തുണ്ടായിരുന്നത് മുഅ്ജിസത്തുകളുടെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കും, അവരോട് സഹായം തേടാമെന്നുള്ളതായിരുന്നെങ്കിൽ, മരണത്തിന്റെ ശേഷമുള്ള മുഅ്ജിസത്തിനെ നിരാകരിച്ചപ്പോ കറാമത്തിനെ തള്ളിപ്പറയുന്നതായ അവസ്ഥയിലേക്ക് ഈ ജാലിയാവാലയുടെ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിയപ്പോ അവർക്കതിന് സാധിക്കാതെ പോകുന്നു. ആദർശ സംവാദങ്ങളിൽ നിന്നുകൊണ്ട് ഒളിച്ചോടി പേരോട് മൗലവി പറയുന്നുണ്ട്, ഇനി നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ട, നമുക്കിനി ആംബുലൻസും ഏതെങ്കിലും ഹോസ്പിറ്റലും എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇവറ്റൊക്കെ പോയാൽ മതി, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണ് എന്ന് സാക്ഷാൽ ഐജീദ് തങ്ങൾ തന്നെ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഈ വറാതെ, അതെ, ഏറ്റവും കൂടുതൽ വറഉള്ളവർ, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. ഈ സൂക്ഷ്മത പാലിക്കുന്ന, വറയിലൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങളായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ അനുധാവനം ചെയ്ത് വിശ്വാസവിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത്, ഈ ലോകത്തിനോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.